ഹായ് വൺ ഞാൻ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വീഡിയോസൊന്നും എനിക്ക് കറക്റ്റായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാനൊരു ഹോളിഡേയിലാണ്. കാരണം വെച്ചാൽ ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെന്ന് തന്നെ പറയാം, വർഷങ്ങളായിട്ട് നോർത്തിലാണ് താമസിച്ചുകൊണ്ടുണ്ടായത്. അപ്പോൾ അവിടെ നിന്ന് മാറി ഇപ്പോൾ സൗത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു ഹോളിഡേ ആണ്. കാരണം വെച്ചാൽ അവിടെ താമസിച്ചപ്പം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളും, കാരണം പ്രശ്നം വെച്ചാൽ കുറേ ഇമ്മ്യൂണിറ്റിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം നമുക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഇത് കാരണം ഞാൻ അവിടെ നിന്ന് നേരെ ഒരു സൗത്തിൽ വന്നിരിക്കുകയാണ്. കാരണം വെച്ചാൽ നിങ്ങൾക്കായാലും അവിടെ ഒരു എസ്പെഷ്യലി ഒരു ഫോറിൻ സിറ്റീസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഈ നോർത്തൊക്കെ റഷ്യയിൽ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞാൻ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് അവിടെ തന്നെ താമസിച്ചുകൊണ്ടുണ്ടായതാണ്. അവിടെ നിങ്ങൾക്കറിയാം, അവിടെ പോളാർ നൈറ്റ് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ളത് കാരണം തന്നെ ഇമ്മ്യൂണിറ്റിൻ്റെ ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിനൊക്കെ ഒന്ന് മാറി ഇന്ന് ഇപ്പം സൗത്തിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നല്ല കാലാവസ്ഥയാണ്, അത്യാവശ്യം നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വിഷയം അതല്ല. ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ പുതുതായിട്ട് റഷ്യയിൽ വന്നിട്ടുള്ള പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഗൈസ്, അപ്പം നിങ്ങളെല്ലാവരും ആഗ്രഹിച്ച പോലെയുള്ള പുതിയ ജോബുകളാണ് ഇപ്പോൾ റഷ്യയിൽ വന്നിട്ടുള്ളത്. അതായത് സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്കും അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്കും ഈ ജോലി ചെയ്യാവുന്നതാണ്. ഒരുപോലെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല ജോബുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വലിച്ചു നീട്ടി എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വന്നിട്ടുള്ള ജോബുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കില്ല് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻസിന് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഇവിടെ IT മേഖലകളാണ്. IT മേഖലകളിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം നിലവിൽ കറൻ്റ് വന്നിട്ടുണ്ട്. അതായത് ഹൈ സാലറിയാണ് വരുന്നത്. $1,500 മുതൽ $2,500 വരെയാണ് ഒരു മന്ത്ലി ഒരാൾക്കുള്ള ശമ്പളം എന്ന് പറയുന്നത്. IT മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട ജോബാണ്. അതായത് അക്കൗണ്ടൻറ്റ്, അതായത് ഈ എന്താ പറയുക, IT-യുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ജോബുകളും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം റഷ്യൻ കമ്പനിൻ്റെ ഹെഡ് ഓഫീസ് റഷ്യയിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ റഷ്യൻ കമ്പനിൻ്റെ അണ്ടറിൽ വരുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളതിൽ IT കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ജോബുമായി ബന്ധപ്പെട്ട IT-യിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അത്യാവശ്യം. എന്നാൽ നിങ്ങൾക്ക് ഈ ജോബിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അക്കോമഡേഷൻ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിച്ച് കഴിക്കാൻ പറ്റും. $2,500 ശമ്പളം സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾക്ക് ഇവിടെ $2,500 ശമ്പളം സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വർക്കിൽ കിട്ടുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രീഷ്യൻ, പ്ലംബർ, കാർപ്പൻറ്റർ, വെൽഡർ ഇങ്ങനെയുള്ള ജോബാണ്. അൺസ്കിൽഡുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള ജോബുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വെൽഡിങ് ജോബ് അറിയുന്നവർക്ക് വേക്കൻസി ഉണ്ട്. അപ്പം കാർപ്പൻറ്റർമാർക്ക് വേക്കൻസി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഇലക്ട്രീഷ്യന് അങ്ങനെയുള്ള ഒരുപാട് വേക്കൻസികൾ ഇപ്പം കറൻ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ മേഖലകളൊക്കെ നിങ്ങൾക്ക് ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരുപാട് അതിനൊക്കെ $800 മുതൽ $1,000 വരെ $1,200 വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റീസും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം. നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇതിൽ വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ജോലി അറിഞ്ഞിരിക്കണം. ഇലക്ട്രീഷ്യനുമായി ബന്ധപ്പെട്ടുള്ള ജോലിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യാം. കാരണം നിങ്ങൾക്ക് അതിൽ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടായിരിക്കുക. റഷ്യയിലാണ് ജോലി വരുന്നത്. മൂന്നാമത് വരുന്നത് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിട്ടുള്ള അൺസ്കിൽഡ് ജോബുകളാണ്. ഹെൽപ്പർമാർ ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട്. ഒരു 600ഓളം ഹെൽപ്പർമാരുടെ വേക്കൻസിയും കാര്യങ്ങളും ഇപ്പം റഷ്യയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഹെൽപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല രീതിയിലുള്ള ഹെൽപ്പിംഗ് ജോബാണ്. അതായത് ചിക്കൻ്റെ ഫാക്ടറിയിൽ കട്ടിങ്ങിൻ്റെ ജോബ്, പിന്നെ അതുപോലെ തന്നെ പിന്നെ പല മേഖലകൾ, അതായത് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട ജോബും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പല രീതിയിലുള്ള ഹെൽപ്പിംഗ് ജോബുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് ഹെൽപ്പർമാർക്ക് ഒരുപാട് വേക്കൻസി ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്പർ കൊടുത്തിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു. ഹെൽപ്പിംഗ് ജോബ് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പം അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ജോബുകളാണ് ഇപ്പോൾ കറൻ്റ് ഇപ്പം റഷ്യയിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. സാലറി, ഈ അൺസ്കിൽഡ് ജോബിൻ്റെ സാലറിയൊക്കെ ഒരുപാട് ഉണ്ടാവും. അതിലൊക്കെ $700-800 അടുത്താണ് വരുന്നത്. പിന്നെ നിങ്ങളുടെ ഫുഡ് അക്കോമഡേഷൻ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ കിട്ടുന്ന എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് റഷ്യയിൽ ഇപ്പം കറൻ്റ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, ഞാൻ പറയാം. അതിലേക്ക് കോൺടാക്ട് ചെയ്യുക, സംസാരിക്കാം. നമുക്ക് കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്ന ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം കറൻ്റ് റഷ്യയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ് റഷ്യയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ജോലിയോ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പോൾ ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ജോലിയാണ്. ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ റഷ്യയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള വിസയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ റഷ്യയിൽ
കറണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് മാറുന്നതിന് മുമ്പിലായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ്. ഈസിയായിട്ട് നിങ്ങൾക്ക് ഇവിടെ റഷ്യയിലേക്ക് കയറി വരാം. ഇപ്പോൾ ഈ അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഗോഡൗണിൽ, പച്ചക്കറി ഫാക്ടറികൾ, അങ്ങനെ ഒരുപാട് ജോബുകൾ ഇപ്പം ഒരുപാട് ഹെൽപ്പർ ജോബുകൾ വന്നിട്ടുണ്ട്. അൺസ്കിൽഡ് ആളുകൾക്കൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്, നല്ലൊരു അവസരം കൂടിയാണ്. നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കൂടുതൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ റൂളൊക്കെ മാറും. റൂളൊക്കെ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റഷ്യയിൽ വരാനുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ജോലി വരുന്നതിന് മുമ്പിൽ പറയാനുള്ളത് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാകുക. നിങ്ങൾ ഉദ്ദേശിച്ച ഫുഡോ കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടത്തില്ല. നിങ്ങൾ ഏത് സാഹചര്യത്തെയും പൊരുത്തപ്പെട്ട് പോകാൻ തയ്യാറായി വരിക എന്നുള്ളതാണ്. നിങ്ങൾ ജോലി ചെയ്യുക, നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കുക, ആ ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രം റഷ്യയിലേക്ക് വരിക എന്നുള്ളതാണ്. പിന്നെ അടിച്ചു പൊളിച്ച് വരാനൊക്കെ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെയുള്ളൊരു അവസരം നിങ്ങൾക്ക് റഷ്യയിൽ കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ ഓപ്പൺ വർക്ക് പെർമിറ്റിലൊക്കെ വരാം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ജോലി ആരെങ്കിലും തയ്യാറാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് കമ്പനിയുടെ അണ്ടറിൽ വന്നു കഴിഞ്ഞാൽ വലിയ അടിച്ചുപൊളിയൊന്നും ഉണ്ടാവില്ല. ജോലി ചെയ്യുക, പൈസ ഉണ്ടാക്കുക, നിങ്ങൾ കാര്യങ്ങൾ നോക്കി പോകുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച്. വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും